നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളുടെ പല സ്വകാര്യ പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരമാണ് നൂതന ട്രീറ്റ്മെന്റായ കോസ്മെറ്റിക് ഗൈനക്കോളജി. കോസ്മെറ്റിക് ഗൈനക്കോളജിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും അതോടൊപ്പം തന്നെ ഉള്ളൂർ വി കെയർ ക്ലിനിക്കിലെ കൺസൾട്ടന്റുമായ ഡോക്ടർ സിമി ഹാരിസ് ആണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ സിമി, സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. നമസ്കാരം. വെൽക്കം ടു ദി ഷോ. വെൽക്കം. അപ്പോൾ പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ ചോദിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. അപ്പം ഡോക്ടർ, നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി, ഈ പല ആളുകൾക്ക് നമ്മൾ ഈ പേര് പറയുമ്പോൾ തന്നെ അത്ര പിടി ഉണ്ടാവാൻ ചാൻസേ ഇല്ല. കാരണം കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ പൊതുവേ പറയുമ്പോൾ അത് മുഖവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് കൂടുതലായും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഗൈനക്കോളജിയും ഒരു കോസ്മെറ്റിക്സ്, ആ ട്രീറ്റ്മെന്റ് എങ്ങനെ ബന്ധപ്പെടും എന്നുള്ള വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി? നമുക്കറിയാം, ഈ കോസ്മെറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു സൗന്ദര്യ വർധന അല്ലെ, എസ്തെറ്റിക് സെൻസ്. നമ്മളൊരു കാര്യം എങ്ങനെ കാണുന്നു, ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മാത്രം ഒരു അവകാശമാണ്. അത് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു കോസ്മെറ്റിക്, അതാണ് ഈ കോസ്മെറ്റിക് അപ്പിയറൻസ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് നമുക്കറിയാം, നമ്മുടെ എല്ലാം മനസ്സിൽ കോസ്മെറ്റിക്, അതായത് ഡെർമറ്റോളജി, പണ്ട് കാലത്ത് ഡെർമറ്റോളജി, നമുക്ക് തൊലിപ്പുറത്ത് എന്തെങ്കിലും ചുരങ്ങോ അങ്ങനെ എന്തെങ്കിലും സ്കിന്നിൻ്റെ അസുഖം പിടിക്കുമ്പോൾ മാത്രം നമ്മളെ ഡോക്ടറെ കണ്ടിരുന്നു, സ്കിൻ ഡോക്ടറെ. പക്ഷേ ഇപ്പോഴങ്ങനെയാണോ? നമുക്ക് എന്ത് സ്കിൻ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിനെ ഭംഗി കൂട്ടാനും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഓരോ തിളക്കം കൂട്ടാനും പ്രായം കുറവ് തോന്നിക്കാനും ചുളിവുകൾ മാറ്റാനും അങ്ങനെ ഇതിനെല്ലാം വേണ്ടി നമ്മൾ കോസ്മെറ്റോളജിസ്റ്റിന് അടുത്ത് പോകുന്നു. അതുപോലെ തന്നെയാണ് അത് ഗൈനക്കോളജിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. നമുക്കറിയാം, സ്ത്രീകൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ, ഹോർമോൺസിൻ്റെതായ പല പല പ്രശ്നങ്ങൾ പല പ്രായത്തിലും വരുന്നു. ഈ പ്രായത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനൊരു ഉത്തമ ഒരു പ്രധാന ഇതാണ് നമുക്ക് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിക്കൂടെ പറയുന്നത്. അപ്പം നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഈ സ്വകാര്യ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ, അതും പലരും തുറന്നു പറയാൻ മടിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഈ പ്രൈവറ്റ് പാർട്സിലാണ് പൊതുവേ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുമ്പം ഏതൊക്കെ ശരീരഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, അതിൽ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അതെങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഗൈനക്കോളജിയിൽ നമ്മൾ പറയുന്നത് ഇപ്പം ഒരു യൂട്രസിനൊരു പ്രശ്നം വരുന്നു, സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? സ്ത്രീകളെ കൊണ്ട് പ്രസവിക്കുക, കുഞ്ഞിനെ പ്രസവിക്കുക, അത് കഴിഞ്ഞ് യൂട്രസിലുള്ള ഓരോ പ്രോബ്ലം, ഇത് മാത്രമേ ഗൈനക്കോളജിയിൽ പ്രതിപാദിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. സ്ത്രീയുടെ അവരുടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെത് വെറും അല്ലെങ്കിൽ കുട്ടികളെ പ്രസവിക്കുക എന്നുള്ളതിൽ മാത്രം, അതിലും കഴിഞ്ഞ് അവരുടെ പല തലത്തിലോട്ട് നമുക്കറിയാം വ്യത്യാസം. ഇപ്പോൾ ഈ പറയുന്ന കണക്കുള്ള പണ്ടത്തെയുള്ള ആ ഒരു സങ്കുചിതമായ ചിന്തയോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ അങ്ങനെയൊന്നും ആരും വയ്ക്കുന്നില്ല. പലർക്കും ഇതെല്ലാം ആവശ്യമാണ്. നമുക്കറിയാം, കൗമാരക്കാരായ കുട്ടികൾ തന്നെ ഈ പ്രായമാകുമ്പോൾ, മെൻസസ് ആകുമ്പോൾ പലതരത്തിലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, വളരെയധികം പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കും അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ. അത് പല കുട്ടികളെയും പണ്ട് അലട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ അവർ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, പണ്ടൊക്കെ സ്കിന്ന് നമ്മുടെ ചുളുങ്ങിയിരിക്കുന്നു, മുഖക്കുരുവുണ്ട് അല്ലെങ്കിൽ നിറം കുറവാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് സാരമില്ല, അതൊക്കെ ചിലർക്ക് അങ്ങനെ വരും എന്ന് പറഞ്ഞു വിടാറായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. കാരണം ഇതെല്ലാം അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നു, ഭാവിയിലേക്കുള്ള അവരുടെ ഒരു നല്ലൊരു ജീവിതത്തെ തന്നെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കാരണം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ നമുക്കറിയാം ഹെയർ ഗ്രോത്ത്. ചില കുട്ടികൾക്ക് വളരെ അമിതമായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ട്. പ്രത്യേകിച്ച് അത് ഏതൊരു പാർട്ടിലായാലും, നമുക്ക് മുഖത്ത് മാത്രമല്ല വയറിലും, അങ്ങനെ പല രീതിയിലും. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ഗൈനക്കോളജിസ്റ്റ് മാത്രമാണ് ഇതിൻ്റെ ശരിക്കുമുള്ള എന്താണ് ഇതിൻ്റെ പ്രോബ്ലം, ആ സയൻറ്റിഫിക് ബേസിസിൽ നമുക്ക് അറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിയെ ഒരു സൗന്ദര്യവൽക്കരണ ട്രീറ്റ്മെൻറ്റ് എന്ന് മാത്രം ടേം ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അതിൻ്റെ ഫംഗ്ഷനും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം, ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡി, അവരുടെ വജൈന, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ വളരെയധികം ലാക്സ് ആവുന്നു. അപ്പോൾ ഈ പണ്ട് ഈ ലാക്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു പുച്ഛത്തോടെ അത് ശരി, അതൊക്കെ അങ്ങനെയാണല്ലോ.
പക്ഷേ ഇങ്ങനെയല്ല, പല ദാമ്പത്യ ബന്ധങ്ങളും തകരുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഈ പേഷ്യൻസിനെ അടുത്തറിയുമ്പോൾ അറിയാം അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് അന്നത്തെ കാലത്തെ അത് നമ്മളതൊരു കാര്യമായിട്ട് എടുക്കാമല്ലോ, പ്രത്യേകിച്ച് ബിസി ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് ഗൈനക്കോളജി. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ അത് ശരി ശരി അത് കുഴപ്പമില്ല എങ്ങനെ മതി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ലേസറിൻ്റെ സഹായത്തോടു കൂടി വജൈനൽ ടൈറ്റനിങ്, റിജുവനേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഇതും അത് പല സ്ത്രീകൾക്കും ആവശ്യമുണ്ട്. അവർ പണ്ടൊക്കെ ഇവരെ ഡോക്ടേഴ്സിനെ സമീപിക്കാൻ മടിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴെല്ലാവരും ചോദിക്കുകയാണ് അതെന്താണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരാൾക്ക് ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ആവശ്യമുള്ള പലരുമുണ്ട്. അപ്പോൾ അതൊരു വളരെ മോശമായിട്ടൊരു കാര്യം കാണാതെ അല്ലാതെ അവരുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കപ്പിൾസിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് അത് നോൺ ഇൻവേസീവാണ്, സർജറിയോ അല്ലെങ്കിൽ അതിൻ്റെ വേദനയോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു OP പ്രൊസീജിയറായിട്ട് വന്ന് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ട്രീറ്റ്മെന്റിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, മുഖത്തൊരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ അത് ചിലപ്പം ലേസർ ഇൻക്ലൂഡഡ് ആയിരിക്കാം, ചില സർജറീസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈവറ്റ് പാർട്സിലെ ഇതുപോലുള്ള ട്രീറ്റ്മെന്റിലേക്ക്, കോസ്മെറ്റിക് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് അത് എന്തൊക്കെയായിരിക്കും? ഞാൻ ഈ പറഞ്ഞ കണക്ക് ആദ്യം ഈ പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ തന്നെ നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ശരിക്കും കുട്ടികൾ ഈ വന്ന് പറയുമ്പോഴുണ്ടല്ലോ നമ്മളത് സാരമില്ല അങ്ങനെ ഇങ്ങനെ അവർ പറയും. പക്ഷേ അതിനുവേണ്ടി നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വജൈനൽ ലാക്സിറ്റി വരുന്നതിന് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ഏജ് ആകുമ്പോൾ നമുക്കറിയാം യൂറിനറി ഇൻകോണ്ടിനൻസ്, മൂത്രം അറിയാതെ പോകുന്നു. അപ്പോൾ അതിനൊരു മേജറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. പക്ഷേ പലരും ഈ സർജറി മടിച്ചിട്ട് ഇത് വെളിയിൽ പറയുന്നില്ല. പക്ഷേ അതൊരു സോഷ്യൽ പ്രോബ്ലമാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഈ മൂത്രം അറിയാതെ പോകുന്നു, ചുമയ്ക്കുമ്പോഴും തുമ്പോൾ. അപ്പോൾ ഇതിനും എല്ലാം ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഫൈബ്രോയിഡ്, ഇതിനെല്ലാം ഇപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റിലോട്ട് വരികയാണ്. അപ്പോൾ സർജറിയോ അങ്ങനെ ഒന്നുമില്ലാതെ തന്നെ പല ഇതും. അതുപോലെ തന്നെയാണ് ഇവർക്ക് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കണക്ക് സെക്ഷലി ചിലർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ കണക്ക് ആ ഒരു ആംഗിളിൽ നോക്കാതെ അവരുടെ ഒരു ഇൻറ്റിമേറ്റ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ ചെറിയ പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ലൈഫ്, അവരുടെ ഒരു ഇൻറ്റിമേറ്റ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ഒരു കപ്പിൾസിൻ്റെ തന്നെ ഒരു ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് പലരും ഈ ഒരു പ്രശ്നം, അതാണ് ഡിപ്രഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും തിരിച്ചറിയാനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി നമ്മൾ വൈകിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരു പക്ഷേ ഡോക്ടർ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇപ്പോൾ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഈ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് ശരീരത്തിൽ അതേ വജൈനയിൽ അടക്കം ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതൊരു സാധാരണ പ്രോസസ്സായി കണ്ട് ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല, ഇതിങ്ങനെയാണ്, എൻ്റെ ബോഡി ഇനി ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതി ഇരിക്കേണ്ട ഒരു അവസ്ഥയല്ല ഇന്നുള്ളത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. അതുകൂടി ഉണ്ടല്ലേ ഇതിൽ. അപ്പം ഡോക്ടർ, ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഈ ഇൻസൈഡ് നമ്മൾ കഴിക്കുന്ന മരുന്നുകളും ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുമോ? അല്ല, ആ മരുന്നുകൾ നമുക്കറിയാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. PCOD, PCODയിൽ എന്താണ്, നമ്മളിപ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്യൂട്ടീഷ്യനോട് പോകുന്നു. ശരിക്കും ബ്യൂട്ടീഷ്യൻ എന്താ ചെയ്യുന്നത്, അത് ക്ലിയർ ചെയ്യുന്നു. പക്ഷേ ദ ബേസിക് തിങ് എന്താണ്, അത് ഏത് ഹോർമോണാണ് അതിൽ കൂടുതൽ, ആ ഹോർമോൺസിനെ കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. സോ അതോടൊപ്പം നമ്മൾ ഈ ഹോർമോൺസ് കൊടുക്കേണ്ട അവസ്ഥയിൽ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ യൂറിനറി ഇൻകോണ്ടിനൻസ്, അതിന് ഒരു ചെറിയ ഇതിൽ ഗുളികകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈനക്കോളജിസ്റ്റ് ആകുമ്പോൾ, ഒരു ഡോക്ടർ ആകുമ്പോൾ അതിൻ്റെ ബേസിക് കാരണങ്ങൾ കൂടെ കണ്ടുപിടിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുകയാണ്. മലപ്പുറത്ത് നിന്നും ഷാമിലിയാണ്. ഷാമിലി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. മാഡം, ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതെ, വജൈനയുടെ അവിടെ ഭയങ്കര ചൊറിച്ചിലും ഇങ്ങനെ കളറും ഒക്കെ വരികയാണേ. ഹലോ, വജൈനൽ പാർട്സിൽ ഭയങ്കര ചൊറിച്ചിലും കളർ ഡിസ്കളറേഷൻ വരുന്നതാണ്, റിയാക്ഷൻ പോലെ ഭയങ്കര വേദന. യൂഷ്വലി വരുന്നത് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഡയബറ്റിക് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഡയബറ്റിസ് ഇല്ല. പിന്നെ ഹസ്ബൻഡിനും, കാരണം ഇത് സ്ഥിരമായി ഡയബറ്റിക് ഉള്ള ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ ഇതായിരിക്കാം കാരണം. അപ്പം അത് സ്ഥിരമാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യണം, ഡോക്ടറെ കാണുക. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻസ്, സ്ഥിരമായിട്ട് വജൈനൽ ഡ്രൈനസ്, സ്ഥിരമായിട്ടുള്ള ഇതിനെല്ലാം ഈ പറഞ്ഞ കണക്ക് നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. പക്ഷേ ആദ്യം അത് ഇൻഫെക്ഷൻസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ശരി, ഷാമിലിയാണ് മലപ്പുറത്ത് നിന്ന് വിളിച്ചത്. എന്തായാലും സംശയം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഡോക്ടർ, അപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല സ്ത്രീകളും ഇക്കാര്യങ്ങൾ പറയാൻ മടിക്കുന്നുണ്ട്.
അതായത് ഈ ട്രീറ്റ്മെൻറ്റിന് വരാനോ മെഡിസിൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സോഷ്യലി ഇതിൻ്റെ മേലിൽ നിൽക്കുന്ന ഒരു ടാബുവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പം ഇത്തരത്തിലൊരു നൂതനമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ ആരോഗ്യ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നിലവിൽ ഇപ്പം ഡോക്ടർ അത് കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്ത്രീകളുടെ പൊതുവേ ഉള്ളൊരു സമീപനം? ഈ ട്രീറ്റ്മെൻറ്റിനായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ? അയ്യോ, നമ്മൾ ശരിക്കും അറിഞ്ഞാൽ ഞാനൊരു 2003 2004 കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ഗൈനക്കോളജി ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇപ്പം വളരെയധികം വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവർ വേറെ ലെവലാണ്. നമ്മൾ തന്നെ അതിശയം തോന്നും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെയല്ല കുറ്റം പറയേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ എസ്പെഷ്യലി എൻ്റെ എല്ലാം ഈ പ്രായത്തിലുള്ള ഒരു ഇത് തീർച്ചയായിട്ടും മാറേണ്ടതാണ്. അപ്പം വളരെയധികം സ്ത്രീകൾ ഇതിനു വേണ്ടി ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ അവർക്കൊരു സന്തോഷകരമായ ഒരു സമീപനം നമുക്ക് ആവശ്യമുണ്ട്. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകോടി നമുക്കൊപ്പം ചേരുകയാണ്. രാജിയാണ് പത്തനാപുരത്ത് നിന്ന്. രാജി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ക്ഷമിക്കണം, മംഗലാപുരത്ത് നിന്നാണ്. രാജി, സംശയം ചോദിച്ചോളൂ. കേൾക്കുന്നില്ല, പോയെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ രാജി. നമസ്കാരം ഡോക്ടർ, ഞാൻ വിളിക്കുന്നത് എനിക്ക് 10 വർഷമായി എൻ്റെ ഈ മുഖത്തിന്റെ 2 സൈഡിലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് പോലെ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ല. അപ്പം ഒരു ഡോക്ടർ വയറിന് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറുന്നില്ല എന്നാണ് പറയുന്നത്. ഹലോ ഡോക്ടർ. ഡോക്ടർ ചോദ്യം കേട്ടിരുന്നോ? ഡോക്ടർ, ഈ മുഖത്ത് വന്ന ബ്ലാക്ക് ഹെഡ്സും വയറിന് സ്ഥിരമായ സുഖമില്ല അല്ലെങ്കിൽ വയറിന് ഗട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇതിന് കാരണമാകുമോ എന്നുള്ള ലെവലിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് ഈ പറഞ്ഞ കണക്ക് സെബോറിക്ക് മുഖത്ത് വരുന്ന ഇതും ഗട്ടുമായിട്ട് നമുക്ക് ബന്ധമില്ല. പിന്നെ സ്ട്രെസ് ലെവല്, നമുക്ക് സ്ട്രെസ് ഉള്ളപ്പോൾ നമുക്ക് മുഖക്കുരു വരാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അത് തന്നെ നമ്മുടെ വയറിലും അതൊരു റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ശരി, രാജിക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്തായാലും നമ്മൾ ഒരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം ഈ ടോപ്പിക്കിലേക്ക് തിരികെ എത്താം. അപ്പോൾ ലേഡീസ് ബാൻഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഡോക്ടർ സിമി ഹാരിസ് കൂടി ചേരുകയാണ്. ഡോക്ടർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അതായത് നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടും ഇത് അവിടെ നേരത്തെ നമ്മൾ പ്രതിപാദിച്ചത് എസ്പെഷ്യലി യുവാക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ കൗമാരക്കാരായിട്ടുള്ളവർക്കിടയിലെ പ്രശ്നങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഒരു പക്ഷേ ഇത് ഈ പ്രായമായ സ്ത്രീകളിൽ, അതായത് ഈ മെനോപോസ് അവസ്ഥ അതിലേക്കൊക്കെ എത്തുന്ന ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഇത്തരം ട്രീറ്റ്മെന്റ് അതെങ്ങനെ വർക്ക് ചെയ്യും? അവർക്കത് എത്രത്തോളം ഹെൽപ്ഫുൾ ആകും? ഈ പല അൺഡയഗ്നോസ്ഡ് ഡിപ്രഷൻ എന്ന് പറയും. നമുക്കൊരു 40 ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മെനോപോസൽ ഹോർമോൺസ് വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തും മാനസികമായിട്ടും ശാരീരികമായും വളരെയധികം ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസ്, ഒന്നാമത്തെ കാര്യം ശരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മളറിയാം നമുക്ക് പ്രായമാണ്, നമുക്ക് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് നമുക്കത് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം യൂറിനറി ഇൻകോണ്ടിനൻസ്, പല സ്ത്രീകളും ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു മെൻ്റലി ഇറിറ്റബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഏജ് കഴിയുമ്പോൾ മെനോപോസൽ സിംറ്റംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൂഡ് ഇറിറ്റബിലിറ്റി, അല്ലെങ്കിൽ സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഹോർമോൺസ് പെട്ടെന്ന് കുറയുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത് ചെറിയ രീതിയിലുള്ള ഹോർമോൺസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെ പല സിംറ്റംസും മാറും. അപ്പോൾ ഈ ഹോർമോൺസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം ഹോർമോൺസ് വന്നാൽ ക്യാൻസർ വരില്ലേ എന്നുള്ളതാണ്. ആ രീതിയിലുള്ളതല്ല, വളരെ ചെറിയ സേഫ് ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് മാത്രമല്ല അവരുടെ ഒരു മസിൽ സ്ട്രെങ്തനിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അവരുടെ എക്സസൈസ്, ഡയറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കൗമാരക്കാരായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് എന്തൊക്കെ സംഭവിക്കും നമ്മുടെ ബോഡിയിലും, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഓരോ പ്രായത്തിലും സംഭവിക്കുന്നത്, ഈ കാര്യങ്ങൾ
തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാൻ അതേക്കുറിച്ച് തന്നെയായിരുന്നു ഡോക്ടർ പറയാൻ വന്നത്. അതായത് സ്ത്രീകൾ പൊതുവെ അവരുടെ ശരീരത്തെക്കുറിച്ച് കൂടുതലായി അറിയുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ വഴി നോക്കുമ്പോഴാണെങ്കിൽ പോലും കൃത്യമായി അതൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു വാസ്തവം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ശരീരത്തെ അറിയുക, എന്തൊക്കെയാണ് സാധാരണം, എന്തൊക്കെയാണ് അസാധാരണമായ മാറ്റങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുക, അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുവഴി ഫിസിക്കൽ വെൽനെസ് മാത്രമല്ല മെന്റൽ വെൽനെസ്സിനും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഈ ടീനേജേഴ്സ് അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പം അവർക്കൊക്കെ ഈ ശരീരത്തെക്കുറിച്ച് അവരുടെ ബോഡി ഫങ്ഷനിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടൊരു അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ? അത് ഒരു ഗൈനക്കോളജിസ്റ്റിനായിരിക്കും ഏറ്റവും കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുക. അതായത് ഒരു ടീനേജ് ഗേൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ പീരീഡ്സ് ഇറഗുലാരിറ്റി, അവർക്ക് ഏതാണ് നോർമൽ പീരീഡ്സ്, എന്താണ് അബ്നോർമൽ പീരീഡ്സ്, അല്ലെങ്കിൽ മുഖക്കുരു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് ടാബ്ലറ്റ്സ് കഴിക്കണോ വേണ്ടിയോ. അപ്പോൾ ഇവരെല്ലാം പലരും യൂട്യൂബിലും ഒക്കെ കയറിയിട്ട് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യാൻ താല്പര്യം. കാരണം എന്താണ്, ഡ്രഗ്സ് എടുത്താൽ അതിന് ഭയങ്കര സൈഡ് എഫക്ട്സ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയല്ല, ശരിക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് PCOS ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ, അവർക്കൊരു ഡയറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഡയറ്റ്, അവരുടെ എക്സസൈസ്, അതിനുപരിയാണ് അവരുടെ എക്സാംസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, അതിലുണ്ടാകുന്ന ചേഞ്ചസ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അത് മാത്രമല്ല കുട്ടികൾക്ക് പലതരത്തിലുള്ള വാക്സിനേഷൻസ് ഉണ്ട്, ഇതൊന്നും പലർക്കും അറിയില്ല, അതെടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ പ്രീ മാരിറ്റൽ ഏജ് എന്ന് വെച്ചാൽ എല്ലാവരും കല്യാണം കഴിക്കാൻ ഇപ്പം മടിക്കുന്നു അല്ലേ? നമുക്കറിയാം എല്ലാവരും വളരെയധികം കാരിയർ ഓറിയൻറ്റഡ് ആണ്, അത് തീർച്ചയായിട്ടും വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം നമുക്കൊരു 35 വയസ്സിന് ശേഷം നമുക്ക് കല്യാണം കഴിച്ചാൽ മതി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അപ്പോഴത്തേക്കും നമ്മുടെ എഗ്ഗ് എല്ലാം പോകും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പം നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ എഗ്ഗ് ഫ്രീസ് ചെയ്യുന്നു. നമ്മുടെ ആളുകൾ അത്രത്തോളം വളർന്നില്ലെങ്കിൽ പോലും പക്ഷേ എല്ലാവർക്കും ഇപ്പം വളരെയധികം ആസ്പിറേഷനാണ്, നല്ലൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ വെളിയിൽ പോയി സമ്പാദിക്കണം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ഫാമിലി ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. കാരണം നമുക്ക് അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മാരേജിന് മുമ്പ് എപ്പോൾ വേണം കുട്ടികളെ നമുക്ക് ഒത്തിരി ഡിലേ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് മുന്നേ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഡോക്ടറെ കണ്ട് ഉറപ്പ് വരുത്തുക. ഏതൊക്കെ വാക്സിനേഷനാണ്, അതുപോലെ തന്നെ ഒരു മാരേജിന് മുമ്പ് നമ്മൾ എന്താണ് നമ്മുടെ ജാതകമാണ് നമ്മൾ നോക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കെല്ലാം അറിയാം അതല്ല അവരുടെ ഫാമിലിയൽ ഹിസ്റ്ററി, എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ, അതുണ്ടെങ്കിൽ തന്നെ അത് സ്ക്രീൻ ചെയ്ത് നമുക്കുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻസ്, പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ ഉള്ള വാക്സിനേഷൻസ്, ഇതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് അറിയുക. അത് മാത്രമല്ല പീരീഡ്സ് ആകുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ അത് പോസ്റ്റ്പോൺ ചെയ്യാം, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അറിയുക. മെനോപോസൽ സിംറ്റംസിനെ കുറിച്ച് തിരിച്ചറിയുക. അപ്പോൾ ഇതെല്ലാം ഒരു വെൽനസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ട് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും ഡോക്ടർ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകയോട് ചേരുകയാണ്. ഇന്ദിരാമ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ലീലാമയാണ് ചേരുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്ത് നിന്നാണ് അല്ലേ? ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, കൊല്ലം. പറഞ്ഞോളൂ. ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണേ. ഡോക്ടർ എനിക്ക് 55 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീയാ. പക്ഷെ എന്റെ മുഖത്ത് നിറച്ചും പിന്നെ പുള്ളിയായിട്ടുള്ള കലകളാണ് വീണേക്കുന്നത്. ഞാൻ പല മരുന്നുകളും പല ഡോക്ടറെയൊക്കെ കാണിച്ചു, എന്നിട്ട് അതിനങ്ങ് ഒരു കുറവുമില്ല. അത് എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചായിരുന്നോ? സ്കിന്നിനെ കാണിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ? സ്കിന്ന് ഒത്തിരി മരുന്ന് തന്നു. ഒരു 3-4 വർഷത്തിന് മുമ്പായിരുന്നു കാണിച്ചത്. ഒത്തിരി മരുന്ന് എഴുതി തന്ന് അതിലൊന്നും യാതൊരു കുറവുമില്ല. ഈ ഹോർമോൺസിന്റെ പ്രോബ്ലംസ് കൊണ്ട് പലർക്കും പിഗ്മെന്റേഷൻ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് 2-3 തരത്തിലുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. വെറുതെ മീൻസ് ഇപ്പം അത് കുറച്ചും കൂടെ ഇതായിട്ടുള്ള, അതായത് നമുക്കൊരു കോസ്മെറ്റിക് അപ്പിയറൻസ് അങ്ങനെ കുറച്ചും കൂടെ നൂതനമായ രീതികൾ പരീക്ഷിക്കുന്ന ക്ലിനിക്കുകളിൽ ഒന്ന് കാണിക്കണം. കാരണം ഇപ്പോൾ അതിനെല്ലാം പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ലേസർ ട്രീറ്റ്മെന്റും ഒക്കെ സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിലുള്ള ഡോക്ടറെ ഒന്ന് കാണിക്കുന്നതായിരിക്കും ഉത്തമം. ലീലാമ്മ, ഞങ്ങളെ വിളിച്ചതിനും ഡോക്ടറോട് സംശയം ചോദിച്ചതിനും ഒക്കെ എന്തായാലും ആ സംശയം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പുഷ്പയാണ്. പുഷ്പ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം. പറഞ്ഞോളൂ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മോക്ക് വേണ്ടിയാണ്.
അതെന്റെ മോക്ക് 30 വയസ്സായി. കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പീരീഡ് വരുന്നു. അത് എന്താണെന്ന് അറിയത്തില്ല. ടെസ്റ്റ് അല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും പീരീഡ്സ് വരില്ല. ഒന്നിൽ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആവുന്നില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് വരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇല്ല ഒരിക്കലും. PCOD ഉണ്ടോ? PCOD ഉണ്ടെന്ന മോളിപ്പം നാട്ടിലില്ല ഡോക്ടറെ. അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പീരീഡ് ആയിട്ട് അത് ട്രീറ്റ്മെന്റ് ശരിയാവാത്തോണ്ട് മാത്രമാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഒരു ട്രീറ്റ്മെന്റ് അത് നമുക്കിപ്പം കാരണം യൂട്രസിലുണ്ടാവുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അൾട്രാസൗണ്ട് സ്കാനിലും എല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു ചികിത്സ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു ചികിത്സ എനിക്ക് തോന്നുന്നു ഇവിടെ അല്ലല്ലോ, നാട്ടിലില്ലല്ലോ അല്ലേ? കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. നമുക്ക് അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. കാരണം അവിടെ ഇരിക്കുമ്പോൾ നമുക്കും അതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിന്റെ അഭാവം തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ശരി, വളരെ നന്ദി പുഷ്പ വിളിച്ചതിന്. എന്തായാലും നമ്മൾ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം ഈ പ്രൈവറ്റ് പാർട്സിലെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആശങ്കകൾ കാണും. പ്രത്യേകിച്ച് ഈ ലേസർ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പം സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ എന്നുള്ള വലിയൊരു ടെൻഷൻ കാണും. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇത് ലേസറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് സൈഡ് എഫക്ട്സ് കുറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. സർജറി ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഉള്ളാവുന്ന ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ അത് വളരെ ചെറിയ ചെറിയ സിറ്റിങ്സിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ കുറവാണ്. ഇതിനെ ഒരു സർജറി ആയി തന്നെ കാണണോ? ഇതിന്റെ ഒരു ആഫ്റ്റർ കെയർ ഒക്കെ എങ്ങനെയായിരിക്കും? അല്ല, സർജറി പോലത്തെ അല്ല. സർജറി ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആഫ്റ്റർ കെയർ ഒക്കെ ആവശ്യമുണ്ട്, പെയിൻ ആവശ്യമുണ്ട്, അനസ്തീഷ്യ ആവശ്യമുണ്ട്. പക്ഷേ ലേസർ ട്രീറ്റ്മെൻറ്റിന് അതൊന്നും ആവശ്യമില്ല. ഡേ കെയർ പ്രൊസീജിയേഴ്സാണ്. നമുക്ക് രാവിലെ വന്നിട്ട് അത് ഒരു OP പോലെ തന്നെ ചെയ്തിട്ട് പോകാവുന്ന പ്രൊസീജിയേഴ്സാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ. അപ്പോൾ ഒരു ഏത് പ്രായത്തിലുള്ളവർക്ക് മുതൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അതെ, അത് ഡിപ്പെൻഡിങ് ഓൺ സിംറ്റംസ് അല്ലേ. നമുക്കിപ്പം ഈ പറഞ്ഞ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ കുട്ടികളിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞാണെങ്കിൽ അവർക്ക് അതൊരു എപ്പോഴും മനസ്സിലാണ്. ചില കുട്ടികൾ നമുക്കറിയാം, പണ്ടൊക്കെ എനിക്കിപ്പോൾ ഒരു ചില സമയത്ത് കുറ്റബോധം തോന്നാറുണ്ട്. കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, സാരമില്ലാതെ നമ്മൾ കൗൺസിലിംഗ് മാത്രമാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു അസുഖം ഇല്ലാത്തതിനെ അവർ പേഷ്യൻ്റായിട്ട് പറയുമ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കൗൺസിലിംഗ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇതിനെല്ലാത്തിനും ചികിത്സയുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മയായിരിക്കും. കാരണം ഇപ്പോഴാണല്ലോ ഇതിനെല്ലാം ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ അത് കുട്ടികളിലാണെങ്കിൽ അങ്ങനെ. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് സ്ട്രെച്ച് മാർക്സ്, അബ്ഡോമിനൽ ലാക്സിറ്റി. അപ്പോൾ ഈ അബ്ഡോമിനൽ ലാക്സിറ്റി ഒക്കെ ഈ വയറൊക്കെ ഇത് ചെയ്യുന്നത്, പിന്നെ ബ്രസ്റ്റ് ലാഗ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് സർജൻ്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള, അതൊക്കെ സർജറിയാണ്. പക്ഷേ അല്ലാതെ സ്ട്രെച്ച് മാർക്സ്, പിന്നെ ഈ പറഞ്ഞ കണക്ക് വജൈനൽ ലാക്സിറ്റി, എക്സസ് സെക്രീഷൻസ്, എപ്പോഴും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, യൂറിനറി പ്രോബ്ലംസ്, വജൈനൽ ഡ്രൈനസ്, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും. പിന്നെ അതുപോലെ സെക്ഷൽ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയും. നമുക്കതൊരു വളരെ ഒരു വൾഗർ ടേമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ അങ്ങനെ അല്ല. അതൊരു ആ ഒരു രീതിയിൽ ആംഗിളിൽ കാണാതിരിക്കുക. അത് ഒരു മനുഷ്യർക്ക് ആവശ്യമുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ അതുവഴി തന്നെ അവരുടെ ഒരു പല പ്രോബ്ലംസും സോൾവ് ചെയ്യപ്പെടും. ഈ സ്ത്രീകളുടെ ഒരു സെക്ഷൽ പ്രോബ്ലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പല സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രശ്നം, അത് എത്രത്തോളം അവർ ഡോക്ടറെ കണ്ട് പരിഹരിക്കപ്പെടുന്നു, എത്രത്തോളം ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്നറിയില്ല. ഈ അതിഭയങ്കരമായ വേദന ഈ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന സ്ത്രീകളുണ്ടാവും. ആ ഒരു അവസ്ഥ, ആ ഒരു അസുഖം, അത് ഒരു അസുഖം രോഗമായി തന്നെ കണക്കാക്കണമോ? അതിന് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഒരു 80% പേർക്കും ഇത് വെജിനസ്മസ് ഒരു മെൻ്റൽ ബ്ലോക്കാണ്. അപ്പം അത് അവർ പലരോടും പറയാൻ, അത് എങ്ങനെ നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുന്നുള്ളത് പോലെയാണ്. കാരണം പലരും ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വഴക്ക്, പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ട്രെൻഡ് വഴക്ക് പറഞ്ഞു വിടുക, എന്താ കുട്ടി ഇങ്ങനെയാണോ അങ്ങനെയാണോ. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഇവരെ മനസ്സിലാക്കുക. ദർ ഇസ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അനാറ്റമിക്കലി വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തും. എന്നിട്ടും ഈ പലർക്കും പേടിയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ കൗൺസിലിങ്ങിലും ഇതിൽ കൂടി പതുക്കെ ഫിംഗർ ഡയലറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർ തന്നെ പതുക്കെ അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പല എത്രയോ പേര് അതുകൊണ്ട് തന്നെ വളരെ. അപ്പോൾ അത് സർജറി എന്ന് വെച്ചാൽ വെരി വെരി ലാസ്റ്റ് ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു ഒരു ലെസ് ദാൻ 5% ആളുകൾക്ക് മാത്രമാണ് ചിലപ്പോൾ ഒരു ചെറിയൊരു റിലാക്സേഷന് വേണ്ടി സർജറി വേണ്ടി. ബാക്കി ഒരു 90% ആളുകൾക്കും കൗൺസിലിങ്ങിൽ കൂടിയും അവരുടെ ആ ഒരു ഈ പറഞ്ഞ കണക്ക് അവരുടെ ഒരു തെറ്റിദ്ധാരണയും അവരുടെ പേടിയാണ്, മെൻ്റൽ ബ്ലോക്കാണ്. അപ്പോൾ അത് മാറുന്നതോടൊപ്പം തന്നെ എത്രയോ പേർക്ക്
പലയിടത്തും ശരിയാവാത്തത് തന്നെ നമുക്ക് ആ ശരിക്കും ഒരു സ്നേഹത്തോടു കൂടിയുള്ള അവരുടെ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് വീണ്ടെടുക്കാനും ആ ഒരു ലൈഫിലോട്ട് അവർക്ക് തിരിച്ചു പോകാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ പറയുമ്പം കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ പൊതുവേ എല്ലാവരും വിചാരിക്കും അയ്യോ ഭയങ്കര റേറ്റ് ആയിരിക്കും, നമുക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ഗ്ലാമറസ് ട്രീറ്റ്മെന്റ് എന്നുള്ള ലേബലിലാണ് പൊതുവേ നമ്മൾ ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സിനെ കാണുന്നത് തന്നെ. അപ്പം ഈ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണോ? അതെ, നമുക്ക് ഓൺലി തിങ് ഈ ലേസറിൻ്റെ ചാർജ് കുറച്ച് ഈ പറഞ്ഞ കണക്ക് ഒരു ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ലേസ് നമുക്ക് പല സിറ്റിങ്സ് വേണ്ടി വരും. ചിലർക്ക് കുറച്ച് 1-2 സിറ്റിംഗ്, ചിലർക്ക് 5-6 സിറ്റിംഗ്. അപ്പോൾ ആ ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു, കാരണം ലേസറൊക്കെ നമുക്കറിയാം ഏതൊരു സാധനം പുതിയതായിട്ട് വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വിൽ ബി ഭയങ്കര. അത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ പണ്ടുണ്ടായിരുന്നത് കണക്കാണ്. അപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പതുക്കെ കുറയും. ഇപ്പം തന്നെ അത് വളരെയധികം ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിളായിട്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മളൊരു അൾട്രാസൗണ്ട് മെഷീൻ കൊണ്ട് നമുക്കൊരു സ്കാൻ ചെയ്യുമ്പോൾ എത്രയാണ് ആകുന്നത്. പക്ഷേ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5,000 10,000 കൊടുത്താലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. ബട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് അവനവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് ആളുകൾക്ക് വേറൊരു രീതിയിലാണ്. പക്ഷേ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി മറ്റുള്ള ഈ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിനെക്കാട്ടിയും ഡെഫിനറ്റ്ലി കുറവാണ്, അതുപോലെ തന്നെ കുറച്ച് അഫോർഡബിളുമാണ്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോടൊപ്പം ചേർന്നതിനും. ഇതൊരു എല്ലാവർക്കും സുപരിചിതമായ ഒരു ടോപ്പിക്കേ ആയിരുന്നില്ല ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നുള്ളത്. അതേക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചതിനും. എന്തായാലും തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും അതോടൊപ്പം തന്നെ ഉള്ളൂർ വി കെയർ ക്ലിനിക്കിലെ കൺസൾട്ടന്റുമായ ഡോക്ടർ സിമി ഹാരിസ് ആണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ നമുക്കൊപ്പം അതിഥിയായി ചേർന്നത്. അപ്പോൾ വിളിച്ച പ്രേക്ഷകർക്കെല്ലാം നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം. എന്നുള്ളത്